ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് മറയൂർ ശർക്കര വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ അവലോസുണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മറയൂർ ശർക്കര വന്ന വഴി എന്റെ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. 1 കിലോ അരിപ്പൊടിക്ക് 4 വലിയ തേങ്ങയാണ് ഞാൻ ഇവിടെ ചിരകിയെടുത്തിരിക്കുന്നത്. ഇത് ഒരു ഉരുളിയിലേക്ക് മാറ്റി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമിക്കൂട്ടണം. പിന്നീട് ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഇത് മാറ്റിവെച്ചു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇനി ഏകദേശം ഒരു 2 മണിക്കൂറോളം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഒറ്റ വാക്കിൽ പറഞ്ഞപ്പോൾ എത്ര പെട്ടെന്ന് പണി കഴിഞ്ഞു അല്ലേ ഗൈസ്. ഈ പരുവത്തിൽ അവലോസ് പൊടി ഒന്നാക്കാൻ ഞാൻ ഇളക്കിയതിന്റെ ഷോൾഡർ പെയിൻ ഇതുവരെ മാറിയിട്ടില്ല. നമ്മുടെ അവലോസ് ഉണ്ടെങ്കിൽ നല്ലൊരു മണം കിട്ടാനായിട്ട് കുറച്ച് ചുക്കും ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചിട്ടോളൂ കേട്ടോ. ഒത്തിരി കഷ്ടപ്പെടാതെ അവലോസ് പൊടി പെട്ടെന്നാക്കാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. ആവശ്യത്തിന് നാളികേരവും പച്ചരിയും കൂടെ അടുത്തുള്ള മില്ലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ നല്ല ഒന്നാന്തര അവലോസ് പൊടിയായിട്ട് വറുത്ത് പൊടിച്ചു തരും. ഈ കാര്യം ഞാൻ നേരത്തെ അറിയാതെ പോയി, അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. ഇനിയാണ് നമ്മുടെ കഥാനായകന്റെ വരവ്, മറയൂർ ശർക്കര. ഏറ്റവും പ്യൂർ ആയിട്ടുള്ള ശർക്കര എന്നാണ് മറയൂർ ശർക്കര അറിയപ്പെടുന്നത്. ഇതിന്റെ കാരണം ശർക്കര ഉണ്ടാക്കിയെടുക്കുന്നതിലെ ബ്ലീച്ചിങ് പ്രോസസ്സിൽ ഒരു തരത്തിലും കെമിക്കൽസ് ആഡ് ചെയ്യുന്നില്ല. മാത്രമല്ല ഇതിൽ ധാരാളം അയണും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് 1/2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ശർക്കര ഉരുകി ഏകദേശം 2 നൂൽ പാകത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അവലോസ് പൊടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കരയും അവലോസ് പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണേ. ഇതിനുശേഷം ചൂടോടെ തന്നെ നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഒരു ദിവസത്തേക്ക് ഇത് മാറ്റി വെക്കാനുള്ള ഒരു ക്ഷമ കാണിച്ചാൽ ഇതൊന്ന് മുറുകി സെറ്റ് ആവും. ഒരു ഈവനിങ് സ്നാക്സ് ട്രൈ ചെയ്ത് നോക്കൂ.